ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാനും നമ്മുടെ ഫേസും ഇതേപോലെ തന്നെ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. അതേപോലെ നമുക്കിത് ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമ്മുടെ കയ്യിൽ ഇതേപോലെ എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് പാല് ചേർക്കാം, വെള്ളം ചേർക്കാം. അതേപോലെ തന്നെ നമുക്ക് റോസ് വാട്ടർ, നമ്മുടെ കയ്യിലുള്ള ഏത്, ഇപ്പോൾ തൈര് വേണമെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ളത് അവൈലബിൾ ആയതും സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ച് നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുക. 5 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ആണെങ്കിലും ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അവരുടെ ഫുൾ ബോഡി നന്നായിട്ട് ബ്രൈറ്റൺ ആകുകയും അതേപോലെ നല്ലൊരു ഗ്ലോയിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചർമ്മം എപ്പോഴും നല്ലൊരു ചുളിവുകളൊന്നും ഇല്ലാണ്ട് ജീവിതത്തോടെ നിൽക്കാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് വരെ ഉണ്ടാക്കി വെക്കാം. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇത് മാസങ്ങളോളം നമുക്ക് മോശം ഉണ്ടാക്കിയിരിക്കും. ഞാനപ്പോൾ ചെറിയൊരു അളവിലാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ എടുത്ത് വെക്കുക. ആവശ്യമനുസരിച്ച് നമ്മുടെ മുഖത്ത് മാത്രമാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ചെറിയ കൈപ്പിടിയിൽ എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ട് താഴെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് ആദ്യം ഞാൻ എടുക്കുന്നത് കടലമാവാണ്. കടലമാവ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലപ്പൊടി 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. നമുക്കിവിടെ സാധാരണ മഞ്ഞൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ സാധാരണ മഞ്ഞളിലും കസ്തൂരി മഞ്ഞളിലും ഒരേ റിസൾട്ട് തന്നെയാണ്. എങ്കിലും കസ്തൂരി മഞ്ഞളാകുമ്പോൾ നമ്മുടെ മുഖത്ത് സ്റ്റെയിൻ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ മഞ്ഞപ്പൂ പോലെയൊന്നും ഉണ്ടാവില്ല ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിതൊരു നുള്ളിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനപ്പോൾ ഒരു നുള്ളാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കടലമാവിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഇത്തിരി കൂട്ടൊക്കെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു 2 പിഞ്ചോളം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചേർക്കാനുള്ളത് ഓറഞ്ച് പീൽ പൗഡറാണ്. അപ്പോൾ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ചൊക്കെ കഴിക്കില്ലേ, അപ്പോൾ ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ തൊലി നമ്മൾ സാധാരണയായിട്ട് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തൊലി നമ്മൾ കളയാതെ എടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് വെയിലത്തൊക്കെ ഉണക്കി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഓറഞ്ച് പീൽ പൗഡർ. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ആക്കാനും സൺടാനൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഓറഞ്ച് പൊടിച്ചതല്ല, ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനും കിട്ടുമല്ലോ. ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ. നമുക്ക് ആയുർവേദശാലകളിൽ നിന്നും കിട്ടും, അതേപോലത്തെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മൾ 2 ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പിഞ്ചോളം കസ്തൂരി മഞ്ഞളുടെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ ഇടാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് നമുക്ക് ഒരു ഇത്തിരി കയ്യിലെടുക്കുക. ഇതേപോലെ കയ്യിൽ ഇത്തിരി എടുത്തിട്ട് നമുക്ക് പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്കിതിൽ യൂസ് ചെയ്യാം. കാരണം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ ഉപയോഗിക്കാം. നോർമൽ സ്കിന്നുകാരാണെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ ഒരുപാട് ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണ് കിട്ടുന്നത് അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഒരു ഫേസ് പാക്കായിട്ടും നമുക്ക് ഫേസ് വാഷ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. നമ്മുടെ ഫേസിൽ മാത്രമല്ല, നമ്മുടെ ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണം. നമുക്കിതൊരു സ്റ്റോറേജ് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഒരു പിടി ഇത്തിരി എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ ഡെപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഇത് വാങ്ങിച്ചിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇത്തിരി എടുത്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാനാണെങ്കിലും അതുപോലെ ഫേസ് പാക്ക് ആയിട്ടും ഫേസ് വാഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്ക് എന്താ പറയുക, ഈ ഒരു പൊടി പ്രിപ്പയർ ചെയ്യണത്.
അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കാം. ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് തുറന്ന് ഇതിൽ കൈപ്പിടിയിൽ കുറച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് പാലോ റോസ് വാട്ടറോ നമ്മുടെ കയ്യിൽ ഏതാ കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയിൽ അങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഏത് രീതിയിലും വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലൊരു റിസൾട്ടാണ് ഇതിന്. അപ്പോൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ആകാനാണെങ്കിലും സ്കിന്നിലെ ഡെഡ് സെൽസ് ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.